അപ്പോൾ ബ്രില്യൻറ്റിലെ കൃത്യമായ പരിശീലനത്തിലൂടെ 2024 നീറ്റ് എക്സാമിൽ മികച്ച സ്കോർ കരസ്ഥമാക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയർ ക്യാമ്പസുകളിലൊന്നായിട്ടുള്ള നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കരസ്ഥമാക്കിയിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ അവർ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ 2025 നീറ്റ് ആസ്പിരൻസ് കേട്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ അവരോട് ചോദിക്കാം. മിസ്സേ, ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. അതെ, നിഹാല ജബിൻ മലപ്പുറം, മെർലിൻ സാബു എറണാകുളം, പ്രാർത്ഥന കോഴിക്കോട്, അഭിഷേക് വയനാട്, ഷാരോൾ പാലക്കാട് നിന്ന് വരുന്നു, അഭിരാം മലപ്പുറം, ഞാൻ അൽഫ്രഡ് എൽദോ, എൻ്റെ വീട് തൃശ്ശൂര്. അപ്പൊ മോളെ, ഇപ്പൊ ബ്രില്യന്റിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ട് വന്നവര് മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ അറിയാലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? മാർക്ക് കൂടുന്നു, മാർക്ക് കുറയുന്നു, അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടാത്തൊരവസ്ഥ. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന അതായത് എക്സാംസിന്റെ ടെൻഷന് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തേ? അപ്പൊ നിങ്ങളുടെ ജൂനിയേഴ്സിന് അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതിനെ ഓവർകം ചെയ്യാൻ. അപ്പൊ ഒന്ന് പറയാമോ മോളെ, എങ്ങനെയാ അത് ഓവർകം ചെയ്ത്? എക്സാംസ് ഫസ്റ്റ് നല്ല ടഫായിരുന്നു. എക്സാംസ് ഒരു പല ലെവലിലുണ്ടും. അപ്പോൾ നമുക്ക് മാർക്ക് പറ്റി കുറവാകും, പക്ഷെ പിന്നെ സാവധാനം കയറി വരും. ടെൻഷൻ ആവാതെ വീണ്ടും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് എക്സാംസിന് മാർക്ക് കുറവാന്ന് വിചാരിച്ച് അത് നമ്മൾ വെറുതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അടുത്ത എക്സാമിന് വേണ്ടി അടുത്ത ടോപ്പിക്ക് ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് ഓൾ യൂണിറ്റ് ആകുമ്പോഴത്തേനും നല്ലപോലെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ പലർക്കും ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചില ടോപ്പിക്കുകളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ ചിലർക്ക് ഫിസിക്സ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, ചിലപ്പോൾ കെമിസ്ട്രി തന്നെ ഏതെങ്കിലും ടോപ്പിക്കുകളായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ, അതായത് നീറ്റിനോട് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഒരു ടെൻഷൻ മാനേജ് ചെയ്തത്? ആ ഒരു സബ്ജക്റ്റ് ഈസി ആക്കിയത് എങ്ങനെയാണ്? എനിക്കിപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് കുറച്ച് തോന്നിയത് ഫിസിക്സ് ആയിരുന്നു. എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന പ്രോബ്ലം ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ സോൾവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുമായിരുന്നു. അതുമാത്രമല്ല, പിന്നെ ഓരോ മോഡൽ എക്സാം നടക്കുമ്പോഴും അതിൽ വരുന്ന തെറ്റുകൾ അത് ഞാൻ ഒരു ബുക്കിൽ നോട്ട്സ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ പിന്നെയും റിവൈസ് ചെയ്യും. അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു ഫ്ലോയിൽ എല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പാകത്തിന് റെഡിയാക്കി എക്സാം ആയപ്പോഴേക്കും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചില ഭാഗങ്ങൾ എത്ര ചെയ്താലും എത്ര പഠിച്ചാലും ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് മാക്സിമം എല്ലാ ലെവൽക്കും കിട്ടാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ മോന് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് പറയാമോ? ഫിസിക്സ് ചില ടോപ്പിക്ക് മാക്സിമം പഠിച്ചാലും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കിട്ടില്ല. അപ്പോൾ അത് കൂടുതൽ ചെയ്ത് പഠിക്കും. നമുക്ക് അറിയുന്ന സബ്ജക്റ്റുകൾ വളരെയധികം സ്ട്രോങ് ആക്കണം. നമ്മൾ ടഫ് സബ്ജക്റ്റിന്റെ പിന്നിൽ മാത്രം പോയി എന്താ പറയുക അറിയുന്നതും കൂടെ പോവാന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അറിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അതുപോലെ ബയോളജി ആണല്ലോ എല്ലാവർക്കും എളുപ്പം. അപ്പോൾ മാക്സിമം ബയോളജിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 360 മാർക്ക് എന്നുള്ള ഹാഫ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ബയോളജിയിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ലാസ്റ്റിലേക്ക് ആകുമ്പോഴെങ്കിലും ബയോളജി മാക്സിമം കവർ ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും ഡിഫിക്കൽട്ട്, ആ സബ്ജക്റ്റുകൾ നിങ്ങൾ മോഡലിൻ്റെ കൂടെ അങ്ങനെ നോക്കി പോവുക. മോഡലിൽ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യനുകൾ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മോട്ടിവേഷൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഡയറക്ടേഴ്സിനെയോ അതുപോലെ എന്താ പറയുക കോർഡിനേറ്റേഴ്സിനെയോ ആരുടെ വേണമെങ്കിൽ നമുക്ക് സമീപിക്കാനുള്ള ഒരു ഫ്രീഡം ബ്രില്യൻറ്റിൽ ഇന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവിഷനും അതുപോലെ മോഡൽ കഴിഞ്ഞിട്ട് ഇടുന്ന റിവിഷൻ ക്ലാസ്സുകൾ അതൊക്കെ നല്ല രീതിക്ക് നോക്കി പോകുക എന്നുള്ളതാണ്. ഓരോ സബ്ജക്റ്റിലും നമുക്ക് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അതുപോലെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലാസ്റ്റിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മക്കളെ, ഇപ്പൊ ഈ നീറ്റ് മോഡൽ എക്സാം നടക്കുന്ന സമയത്തില്ലേ, ഇപ്പം എന്റെ അടുത്തൊക്കെ കുറെ സ്റ്റുഡൻസ് വന്ന് പറയുന്നുണ്ട്, അതും പ്രത്യേകിച്ച് ബയോളജിയൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് അത് പെട്ടെന്ന് തെറ്റിപ്പോവാന്ന് പറയുന്നുണ്ട്. വായിച്ചില്ല, അശ്രദ്ധ മൂലം കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അല്ലെ? പെട്ടെന്ന് വായിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മാറിപ്പോവുക, ട്രൂ ഓർ ഫോൾസ് മാറിപ്പോവുക, അങ്ങനത്തെ ഒക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്തു എന്ന് പറയാമോ? അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം ചെയ്യാറ് വായിക്കുമ്പോൾ തന്നെ അതിലൊരു കുറച്ച് കീ വേർഡ്സ് ഉണ്ടാവും. ഇപ്പം വിച്ച് ഇസ് കറക്റ്റ് എക്സെപ്റ്റ്, ഓൾ ഓഫ് ദം ആർ കറക്റ്റ് എക്സെപ്റ്റ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കും, ഏതാണ് കറക്റ്റ് ആണോ വേണ്ടത് അതോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത്. അപ്പം ഞാൻ ആ അണ്ടർലൈൻ ചെയ്ത സംഭവം ആ കീ വേർഡ് ഒന്നും കൂടി നോക്കും. അപ്പം അങ്ങനെയായിരുന്നു സില്ലി മിസ്റ്റേക്സ്. പിന്നെന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്ന സംഭവങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബുക്കാക്കി വെച്ചാലും മതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താലും മതി. എല്ലാ എക്സാമും ആ ടോപ്പിക്ക് വരുന്ന എക്സാമിന് മുന്നേ തന്നെ ആ ടോപ്പിക്ക് റിവ്യൂ ചെയ്യാതെ ഒരിക്കലും എക്സാമിന് പോകാതിരിക്കുക.
എപ്പോഴും ആ ഒരു ടോപ്പിക്ക് റിവ്യൂ ചെയ്യുക. അതുപോലെ ഫോർമുലാസ് എന്ത് സില്ലി മിസ്റ്റേക്ക് ആണെങ്കിലും പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എസോഷൻ റീസൺ ആയിരിക്കും തെറ്റുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചും കൂടിയും ടൈം കൊടുത്ത് വായിക്കുക, കെയർലെസ് ആവാതിരിക്കുക. അപ്പം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സില്ലി മിസ്റ്റേക്സ് അതാണ് ഞാൻ ചെയ്തത് കുറയ്ക്കാനായിട്ട്. എനിക്കും ഈ സംഭവം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചില എക്സാം ഒക്കെ നല്ല എളുപ്പമാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണെങ്കിൽ ബയോളജി ഒക്കെ നമ്മളിങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഈ സില്ലി മിസ്റ്റേക്സ് ആണ് തെറ്റുന്നത്. അപ്പോൾ ഞാൻ അവസാനമൊക്കെ അത് മാറ്റിയെടുത്ത് എങ്ങനെയാ വെച്ചാൽ എങ്ങനത്തെ പരീക്ഷ ആണെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരേപോലെ കാണുക. ലൈക്ക് ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഒരേ ശ്രദ്ധിച്ച് വായിക്കുക, ഒരു കുറച്ച് സാധാരണ ചിന്തിച്ച് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആ സില്ലി മിസ്റ്റേക്സ് കാരണം വരുന്ന നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ സാധിച്ച് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ ഇനിയുള്ള വരാൻ പോകുന്ന പരീക്ഷകളിലും എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ, നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻ ഫാമിലി ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റ് 2025 ആസ്പിരൻസിന് വേണ്ടി നിങ്ങൾ പങ്കുവെച്ച വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകം നന്ദി കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.